അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ഇറാൻ ഒരുക്കിയ ചാണക്യ തന്ത്രങ്ങൾ ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും ആയുധബലം കൊണ്ടല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ സാമ്പത്തിക നാടിമിടിപ്പായ ഹോർമുസ് കടലിടുക്കിനെ മുൻനിർത്തി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഡൊണാൾഡ് ട്രംപിനെയും വൈറ്റ് ഹൗസിനെയും അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കിയിരിക്കുന്നു. ഇത്രയും കാലം ഈ ലോകത്തിന് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിരുന്ന അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുകയാണ് ഇറാൻ. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഈ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകണമെങ്കിൽ ഇനി സുരക്ഷാ നികുതി നൽകണമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം വെറുമൊരു നിബന്ധനയല്ല, മറിച്ച് അമേരിക്കൻ അപ്രമാദിത്വത്തിനുമേൽ അവർ തൊടുത്തുവിട്ട ഒരു മാരകമായ ഒരു അസ്ത്രമാണത്. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ സിംഹഭാഗവും നിയന്ത്രിക്കുന്ന ഈ പാതയിൽ ഇറാൻ പിടിമുറുക്കുമ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ വഴികൾ അടയുകയാണ്. തങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ച ട്രംപിന് അതേ രീതിയിൽ തന്നെ മറുപടി നൽകാനാണ് ഇറാൻ്റെ തീരുമാനം. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് $65 നിരക്കിലായിരുന്ന ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $116 മുകളിൽ എത്തി നിൽക്കുന്നത് ഇറാൻ്റെ തന്ത്രപരമായ വിജയമാണ്. ഇന്ധനവില വർദ്ധിക്കുമ്പോൾ അമേരിക്കൻ വിപണിയിൽ ഉണ്ടാകുന്ന ആഘാതം ട്രംപിന് സഹിക്കാവുന്നതിലും അപ്പുറത്താണ്. ഗാലന് $4 മുകളിൽ പെട്രോൾ വില ഉയർന്നതോടെ അമേരിക്കൻ ജനത ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഇറാനെ വരുതിയിലാക്കാൻ നോക്കിയ ട്രംപിന് സ്വന്തം നാട്ടിലെ ജനരോഷം നേരിടേണ്ടി വരുന്ന ഒരു അപൂർവമായ അവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത്. ലോകത്തെ പ്രകൃതിവാതക വിതരണത്തിൻ്റെ 20% തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാൻ നടത്തിയ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളെ മുഴുവൻ ഇരുട്ടിലാക്കിയിരിക്കുന്നു. ഏകദേശം 2 കോടി ബാരൽ എണ്ണയാണ് ഇപ്പോൾ ഹോർമുസ് മേഖലയിൽ ഇറാൻ്റെ നിയന്ത്രണത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾക്ക് മറുപടിയായി ഇറാൻ ലൂപ്പുകൾ സൃഷ്ടിക്കുകയാണ്. സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ അപ്രതീക്ഷിതമായ ആഘാതങ്ങൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയമായിട്ടാണ് ഈ ലോകം കാണുന്നത്. ഇറാൻ്റെ പുതിയ നേതൃത്വം ഒരു ഇഞ്ചും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ട്രംപിൻ്റെ മുന്നിലുള്ളത് 2 വഴികൾ മാത്രമാണ്. ഒന്നുകിൽ ഇറാൻ്റെ നിബന്ധനകൾക്ക് വഴങ്ങുക, അല്ലെങ്കിൽ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടുക. റഷ്യയുടെ സൈനിക പിന്തുണയും കൂടി ഇറാന് ലഭിക്കുന്നതോടെ അമേരിക്കയുടെ ആഗോള പോലീസ് ചമയൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഡോളറിൻ്റെ മൂല്യത്തെ തകർക്കാൻ ഇന്ധന വിപണിയെ ആയുധമാക്കുന്ന ഇറാൻ്റെ ബുദ്ധി അമേരിക്കയെ ശരിക്കും വിയർപ്പിക്കുന്നുണ്ട്. ഇന്ത്യയെയും ചൈനയെയും പോലുള്ള വൻ ശക്തികളെ കൂടി ഈ പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താൻ ഇറാന് സാധിച്ചു. എണ്ണവില $150 എത്തുമെന്നൊരു ഭീതി നിലനിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ട്രംപിൻ്റെ പിടിവാശിക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാനുമായി ഏറ്റുമുട്ടലിന് നിൽക്കുന്ന സഖ്യകക്ഷികൾക്കും ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ നികുതി എന്ന ആ വലിയ ആശയം അത് അമേരിക്കൻ നാവികസേനയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സമുദ്രപാതകളിൽ തങ്ങൾക്കുണ്ടായിരുന്ന ഏകപക്ഷീയമായ അധികാരം അത് ഇറാൻ പിടിച്ചെടുക്കുന്നത് വൈറ്റ് ഹൗസിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ചുരുക്കത്തിൽ തോക്കുകളും മിസൈലുകളും കൊണ്ട് ഇറാനെ തോൽപ്പിക്കാമെന്ന് കരുതിയ ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു. സാമ്പത്തിക തന്ത്രങ്ങൾ കൊണ്ട് അമേരിക്കയെ എങ്ങനെ മുട്ടുകുത്തിക്കാമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അമേരിക്ക എത്ര ശ്രമിച്ചാലും ഇറാൻ്റെ കുരുക്കിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ അമേരിക്കൻ സാമ്പത്തിക രംഗത്തുണ്ടാകാൻ പോകുന്ന വൻ തകർച്ച അത് ഇറാൻ്റെ ഈ നീക്കങ്ങളുടെ ഫലമായിരിക്കും. ലോകത്തിൻ്റെ അധികാരം തങ്ങളുടെ കയ്യിലാണെന്ന് അഹങ്കരിച്ചവർക്ക് മുന്നിൽ ഇതാ ഒരു ചെറിയ രാജ്യം ലോകാക്രമത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ ഓരോ നീക്കവും ഇപ്പോൾ ഇറാൻ്റെ തന്ത്രങ്ങൾക്ക് വളമാകുകയാണ് ചെയ്യുന്നത്. ഈ കുരുക്കിൽ നിന്ന് അമേരിക്ക എങ്ങനെ രക്ഷപ്പെടുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.